നമസ്കാരം. ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പ്രധാന വാർത്തകൾ. പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മോദിയുടെ തൃശൂർ പ്രസംഗത്തിൽ ചോദ്യങ്ങളുമായി CPIM. പ്രധാനമന്ത്രിയുടെ തൃശൂർ പ്രസംഗത്തിൽ വിമർശനം കടുപ്പിച്ച് CPIM. സംശുദ്ധ രാഷ്ട്രീയമുള്ള മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്നും അടുത്തുപോയാൽ കരിഞ്ഞുപോകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തൃശൂരിൽ നടത്തിയ പ്രസ്താവനയെയാണ് CPIM രൂക്ഷമായി വിമർശിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. കേസ് അന്വേഷിക്കാൻ എന്തായിരുന്നു തടസ്സം? ആളെ പറ്റിക്കാൻ പൈങ്കിളി കഥകളുമായി ഇറങ്ങുകയാണ് പ്രധാനമന്ത്രിയും BJPയുമെന്ന് MV ഗോവിന്ദൻ. കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും നടത്തുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചു, പ്രധാനമായിട്ട് അവിടെയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമല്ല, പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ്. അന്വേഷണം RSS BJP കേന്ദ്രങ്ങളിലേക്ക് നീണ്ടതോടെയാണ് കേസിലെ കഥാനായിക RSS ക്യാമ്പിലെത്തിയതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇത് അവരിലേക്ക് BJP RSSലേക്ക് ഇതിൻ്റെ മുന നീണ്ടുപോയി. അങ്ങനെയാണല്ലോ ഇതിലെ കഥാനായിക RSSൻ്റെ ക്യാമ്പിലെത്തിയതും അവർ സംരക്ഷിച്ചതും അവർ ജോലി കൊടുത്തതും ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ നേരേക്ക് ഇത് ചാടിക്കടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും അന്വേഷണ ഏജൻസികളുടെയും ഔദാര്യം മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. 3 ഏജൻസികൾ 1 വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ്. വനിതാ സംവരണ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും AK ബാലൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം. തേക്കിൻകാട് മൈതാനിയിലെ BJP യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു. യുവമോർച്ച നേതാവ് മനോജ് 1-ാം പ്രതിയും BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ്. ആൽമരക്കൊമ്പ് മുറിച്ച് വിശ്വാസത്തെ പ്രധാനമന്ത്രി വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തത്. യുവമോർച്ച നേതാവ് മനോജിനെ 1-ാം പ്രതിയും BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. തലയ്ക്കു പരിക്കേറ്റ KSU പ്രവർത്തകൻ സലീമുദ്ദീൻ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ആൽമരക്കൊമ്പ് മുറിച്ച് വിശ്വാസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നായ്ക്കനാലിലെ ആൽമരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ ഒന്നും അനുമതിയില്ലാതെ മുറിച്ച് മാറ്റുന്ന സാഹചര്യമാണ് അതിന് പകരമുണ്ടായത്. TN പ്രതാപൻ MPക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. TN പ്രതാപൻ SDPI തേജസ് വാരിക ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രം പുറത്തുവിട്ടാണ് B ഗോപാലകൃഷ്ണന്റെ ആരോപണം. PFOയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ TN പ്രതാപൻ K സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗത്തിലെയും 20-ലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 തൃശൂർ. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിന് തൊട്ടടുത്തെത്തി ഇന്ത്യൻ പടക്കപ്പൽ. മറൈൻ കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ റാഞ്ചിയ കപ്പലിന് മുകളിൽ പറക്കുകയാണ്. കപ്പൽ വിട്ടുപോകാൻ കടൽക്കൊള്ളക്കാർക്ക് നാവികസേന അന്ത്യശാസനം നൽകി. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാരാണ്. നിതിൻ അംബുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ നാവികസേനയുടെ നടപടികൾ ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത്? കപ്പൽ വിട്ടുപോകണം എന്ന് കൊള്ളക്കാർക്ക് നിർദ്ദേശമുണ്ടാകുന്നു. ഹെലികോപ്റ്ററുകൾ ഈ കപ്പലിന് മുകളിൽ പറക്കുന്നു. നീക്കങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ?
റീജിത്ത്, ദൗത്യത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് നാവികസേനയുടെ കമാൻഡോസായ മാർക്കോസ്. ഇപ്പോൾ ഈ ഒരു കപ്പലിന്റെ നിരീക്ഷണം ഇന്ത്യൻ നാവികസേനയുടെ വിമാനങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിലായി തന്നെ ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS ചെന്നൈ അതിപ്പോൾ സൊമാലിയൻ തീരത്ത് ഈ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പലിന് സമീപം എത്തിയിട്ടുണ്ട്. എന്തായാലും ഹെലികോപ്റ്റർ മാർഗം ഇപ്പോൾ ദൗത്യസംഘം ഈ മാർക്കോസ് എന്ന കമാൻഡോസ് ഇപ്പോൾ ഈ കടൽ കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കപ്പൽ ഉപേക്ഷിച്ച് പോകണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ദൗത്യത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മാർക്കോസ് എന്ന ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോസ്. എന്തായാലും വൈകാതെ തന്നെ ദൗത്യ നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് MV ലീല എന്ന കപ്പൽ ഈ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. ഏതാണ്ട് 6 പേരടങ്ങുന്ന ഒരു ആയുധധാരികളായ സംഘം റാഞ്ചുകയായിരുന്നു. അതിനുശേഷം ഈ കപ്പലിന്റെ നീക്കങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യൻ നാവികസേന നിരീക്ഷിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS ചെന്നൈ ഈ സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ ഒരു ദൗത്യത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി നാവികസേന അറിയിക്കുന്ന കാര്യം 15 പേർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരായ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. കപ്പൽ പൂർണ്ണമായും ഈ കടൽ കൊള്ളക്കാർക്ക് അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ സുരക്ഷിതമായി ഒരു കേന്ദ്രത്തിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇതിനിടയിലാണ് ഇപ്പോൾ കടൽ കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കപ്പൽ ഉപേക്ഷിച്ച് പോകണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഈ കപ്പലിന് ചുറ്റും ഇപ്പോൾ വട്ടമിട്ട് പറക്കുകയാണ്. വൈകാതെ തന്നെ ഒരു ദൗത്യത്തിന് തയ്യാറെടുക്കുമെന്നാണ് നാവികസേന ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന വിവരം. നിതിൻ, ഈ റാഞ്ചിയ നടപടി അതെങ്ങനെയാണ് നാവികസേന കാണുന്നത്? ഇനിയുള്ള ഈ കൊള്ളക്കാരിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുക, ഇതിന്റെ നിയന്ത്രണം കൈവശപ്പെടുത്തുക എന്നുള്ള നടപടി അത് എത്രത്തോളം ദുഷ്കരമാണ് നിതിൻ? റീജിത്ത്, എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യത്തിൽ തന്നെയാണ് മാർക്കോസ് എന്ന നാവികസേന കമാൻഡോസ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ദൗത്യം ആരംഭിക്കാൻ ഒരുങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള നടപടികൾ ഇതിനും തന്നെ നാവികസേന ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഹെലികോപ്റ്റർ മാർഗം ആദ്യം മുന്നറിയിപ്പ് നൽകുകയാണ് നാവികസേനയുടെ ഭാഗത്തും ഉണ്ടായത്. നാവികസേനാംഗങ്ങളെല്ലാം തന്നെ ഹെലികോപ്റ്റർ മാർഗം ഈ കപ്പലിന് ചുറ്റും വട്ടമിട്ടുകൊണ്ട് കടൽ കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കപ്പൽ ഉപേക്ഷിച്ച് പോകണമെന്നാണ് നൽകിയ മുന്നറിയിപ്പ്. ഇനി കപ്പൽ ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ മറ്റടുത്ത നടപടിയിലേക്ക് എന്തായാലും നാവികസേന കടക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കാര്യം നാവികസേന വ്യക്തമാക്കുന്നത്, ജീവനക്കാരുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചു. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ കപ്പൽ അവർ റാഞ്ചിയെങ്കിൽ പോലും പൂർണ്ണമായും കപ്പലിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ നീക്കങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നാവികസേനയ്ക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ വിമാനമെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലിന് സമീപത്തെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. വൈകാതെ തന്നെ ദൗത്യ നടപടികൾ ആരംഭിക്കുമെന്നാണ് നാവികസേന അറിയിക്കുന്ന വിവരം. കടൽ കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള അടുത്ത നടപടികൾ കപ്പൽ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയെന്നാണ്. ഇനി അതല്ല ദൗത്യത്തിന് ഒരുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാവികസേന വൈകാതെ തന്നെ പങ്കുവയ്ക്കും. നിലവിലിപ്പോൾ ഈ കപ്പൽ സൊമാലിയൻ തീരത്ത് എത്തിയെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈകാതെ തന്നെ ദൗത്യ നടപടികൾ ആരംഭിക്കുമെന്നാണ് നാവികസേന ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന വിവരം. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിന് തൊട്ടടുത്ത് ഇന്ത്യൻ പടക്കപ്പൽ എത്തിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങളാണ് നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാരാണ്. അവർ സുരക്ഷിതരാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മൂവായിരിക്കും നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മനസ്സ് തുറന്ന് K മുരളീധരൻ. കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് K മുരളീധരൻ MP. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ആലോചനയ്ക്ക് തയ്യാറാവണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ തന്നെ മത്സരിക്കും. തരൂർ തരംഗമില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾക്കു കാരണം കൂടിയാലോചന ഇല്ലാത്തതാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അത് പരിഹരിച്ച് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ തയ്യാറാകണമെന്നും K മുരളീധരൻ MP പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാർ, ഇപ്പോൾ മുൻ പ്രസിഡന്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല, പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാവും. തരൂർ തരംഗം കോൺഗ്രസിലില്ല. കോൺഗ്രസ് തലപ്പത്തിരിക്കാൻ അദ്ദേഹം പറ്റില്ലെന്ന് നിലപാടാണ് ഞാൻ എടുത്തത്. കാരണം മെയ്വഴക്കമില്ല. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനെ അത് പറ്റൂ എന്നും തുറന്നടിച്ചു K മുരളീധരൻ. കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം,
അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനവും കഴിവും പ്രയോജനപ്പെടുത്തുക, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു തരംഗവുമില്ല. പോലീസിനെയും അതിരൂക്ഷമായാണ് കെ മുരളീധരൻ അഭിമുഖത്തിൽ വിമർശിച്ചത്. പോലീസ് ഇത്രയും മോശമായ സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഭരണകക്ഷി MLAക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. ഞാൻ പോലീസിൻ്റെ പോക്ക് ഇത്രയും അതപ്പതിച്ചൊരു കാലം ഉണ്ടായില്ല. 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കാരണമായ ദൃശ്യങ്ങൾ 24 സംപ്രേഷണം ചെയ്തുകൊണ്ടാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. അത് എറിഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ കേസ് കോടതിയിൽ പോയി, വധശ്രമത്തിന് കേസെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ കാസറ്റാണ് കാണിച്ചു കൊടുത്തത്. ദൂരെ നിന്ന് ഷൂ എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമാവുക? അവർക്ക് ജാമ്യം കിട്ടി. ആ ദേഷ്യം നിങ്ങളോട് തീർത്താം. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം, 24. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഹലാൽ നിരോധന ഉത്തരവിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാതെ സുപ്രീം കോടതി. ഹലാൽ മുദ്രയുള്ള ഭക്ഷണം നിരോധിച്ച സർക്കാർ നടപടിയിൽ നിലപാട് വ്യക്തമാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ക്രിസ്മസ് പുതുവത്സര പരിശോധനയിൽ 3.87 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തെന്ന് എക്സൈസ്. 55.67 ലക്ഷം രൂപയുടെ മദ്യവും കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെ മണൽ ഖനന കേസിൽ EDക്ക് തിരിച്ചടി. കളക്ടർമാർക്കും കോൺട്രാക്ടർമാർക്കും ED അയച്ച സമൻസുകൾ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാൾ രാജ്യസഭയിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി സ്വാതിയെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. കേരള സർവകലാശാലയിൽ സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കം. ഗവർണറുടെ നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ നൽകാൻ രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലം വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. പോലീസിനെതിരെ CPIM. പോലീസിനെ കടന്നാക്രമിച്ച് കണ്ണൂരിലെ CPIM. പഴയങ്ങാടി മർദ്ദനക്കേസിലെ അറസ്റ്റും വിജിൻ MLAയോടുള്ള മോശം പെരുമാറ്റവുമാണ് പ്രകോപനത്തിന് കാരണം. കളക്ടറേറ്റ് പരിസരത്ത് ബോധപൂർവം പ്രകോപനമുണ്ടാക്കിയത് പോലീസെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിനെതിരായ തുടർ പരാതികളിൽ മിതത്വം പാലിച്ച കണ്ണൂർ പാർട്ടി ഒടുവിൽ ന്യായീകരണ ലൈൻ കൈവിട്ടു. പഴയങ്ങാടിയിലെ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ DYFI പ്രവർത്തകരെ വ്യാപകമായി വീടുകയറി പിടികൂടിയതും വിജിൻ MLAയ്ക്ക് സമരവേദിയിൽ കണ്ണൂർ ടൗൺ SIയോട് പോരടിക്കേണ്ടി വന്നതുമാണ് ഒടുവിലത്തെ പ്രകോപനം. മർദ്ദനക്കേസിൽ പഴയങ്ങാടിയിലെ പാർട്ടിയിൽ അതൃപ്തി പുകഞ്ഞതോടെ നേരിട്ടിറങ്ങി CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കേസെടുത്ത പോലീസിനോട് കേസെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല, പക്ഷേ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പോലീസ് രാജിന് നിന്നുതരില്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്. ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യമൂഢന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. വിജിൻ MLAയെ പ്രകോപനമില്ലാതെ കണ്ണൂർ ടൗൺ SI അപമാനിച്ചുവെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. ഗുരുതര വീഴ്ച മറയ്ക്കാൻ പോലീസ് പ്രകോപനമുണ്ടാക്കിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. അത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചുവെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. KGNA സമരത്തിൽ പങ്കെടുത്ത 100-ലധികം പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും പാർട്ടിയിൽ അതൃപ്തിയുണ്ട്. MLAയെ ഒഴിവാക്കിയാണ് FIR. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിൻ MLA പരാതി നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പോലീസ്. ദേശാഭിമാനിയിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ദേശാഭിമാനിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് KSU ആവശ്യപ്പെട്ടു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, SFI കായംകുളം ഏരിയ പ്രസിഡന്റായിരുന്ന നിഖിൽ തോമസ് തുടങ്ങിയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് KSU സംസ്ഥാന കൺവീനർക്കെതിരെയും പരാതി വന്നത്.
അൻസിൽ ജലീൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്നായിരുന്നു പ്രചാരണം. ദേശാഭിമാനിയിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അജിത് അജയ് എന്നയാൾ കേരള യൂണിവേഴ്സിറ്റിക്ക് പരാതി നൽകി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അൻസിലിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. ഇതോടെയാണ് കേസ് അവസാനിപ്പിക്കുന്നുവെന്ന് പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത്. ഇപ്പൊ എനിക്കറിയാത്തവരിങ്ങനെ ഏതോ ഒരു അൻസിൽ ജലീലിന്റെ പേര് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വന്നു. അന്ന് ഞാൻ പറഞ്ഞു ആ അൻസിൽ വല്ല SFIയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു അൻസിലായിരിക്കും, ഞാനല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഞാനാവണം എന്ന് തീരുമാനിച്ചതുപോലെയായിരുന്നു. SFIയുടെ നേതാക്കന്മാരുൾപ്പെടെ ചാനലുകളിൽ വന്നിരുന്നു. നിങ്ങളെല്ലാവരും കാണും. ആ സമയത്ത് ചാനലുകളിലും SFIയുടെ ആൾക്കാരെല്ലാവരും പ്രതി ഞാനാവണം, അല്ലെങ്കിൽ എന്നിലൂടെ KSU പ്രസ്ഥാനമാവണം, പ്രതിക്കൂട്ടിലെത്തണം എന്നവർ വളരെ വ്യക്തമായി അവർ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. അൻസിൽ ജലീലിന് പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് കാണിച്ച് ദേശാഭിമാനിക്കെതിരെ KSU DGPക്ക് പരാതി നൽകിയത്. വാർത്ത വ്യാജമാണെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകിയതോടെ പാർട്ടിയുടെയും ദേശാഭിമാനിയുടെയും വാദങ്ങൾ കൂടിയാണ് പൊളിഞ്ഞത്. 24 ആലപ്പുഴ. കൊല്ലത്ത് കലക്കൻ കലോത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടച്ചൂട്. നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 302 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. 297 പോയിന്റുള്ള കൊല്ലമാണ് 2ാം സ്ഥാനത്തുള്ളത്. 296 പോയിന്റുമായി തൃശൂർ 3ാം സ്ഥാനത്തും 294 പോയിന്റുമായി പാലക്കാട് ജില്ല 4ാം സ്ഥാനത്തുമാണ്. വിവരങ്ങളുമായി കീർത്തന കേശവൻ കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നുണ്ട്. കീർത്തന, 2ാം ദിനത്തിലേക്ക് മത്സരങ്ങൾ എത്തിയപ്പോൾ പോരാട്ടം കൂടുതൽ മുറുകുന്നു. പരാതികളൊന്നുമില്ലാതെ കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ? നിലവിലെ പോയിന്റ് ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? രജിത്ത്, എന്തായാലും കലോത്സവം 2ാം ദിനം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥികളും തമ്മിൽ. നിലവിലെ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണ്. കണ്ണൂർ 307 പോയിന്റുമായി 1ാം സ്ഥാനത്തുണ്ട്. തൊട്ട് 2ാം സ്ഥാനത്ത് നമുക്ക് കൊല്ലം ജില്ല ഒട്ടും പിന്നോട്ടില്ല, 302 പോയിന്റാണ്. ഒപ്പം തൃശ്ശൂരും 299 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. വലിയ തരത്തിലുള്ള മത്സരമാണ് കണ്ണൂരും കൊല്ലവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ കലോത്സവ വേദിയിൽ മഴ ഒരു വില്ലനായി എത്തിയിരുന്നു. ഇത്തിരി ആശങ്ക ഈ മഴ വില്ലനായി എത്തിയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയം കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ക്ലീനാക്കി മഴവെള്ളമൊക്കെ മാറ്റി വേദി ഇന്നത്തെ കലോത്സവ ദിനത്തിനായി മത്സരങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു മത്സരത്തിൽ പ്രതിഷേധം ഉയർന്നു. നാടൻപാട്ട് മത്സരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നു. നാടൻപാട്ട് കലാകാരന്മാർ വേദി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധം ഉയർന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം അവരുടെ സൗണ്ട് സിസ്റ്റം, വേദിയിലെ സൗണ്ട് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ നാടൻപാട്ട് കലാകാരന്മാരുടെ ഒരു പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആശ്രാമം മൈതാനിയിലെ വേദി 1ലാണ്. വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിൽ ഒപ്പന മത്സരം കൊട്ടിക്കയറുകയാണ്. മൊഞ്ചത്തിമാർ അങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള തിരക്കാണ് 1ാം വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾ ഈ മൊഞ്ചത്തിമാരുടെ ഒപ്പന കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വേദി 1ലുള്ളത്. ഇന്ന് ഗ്ലാമർ മത്സരങ്ങളുടെ ദിനമായിരുന്നു. ഗ്ലാമർ പോരാട്ടങ്ങളായിരുന്നു ഇന്ന് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ച്. മോഹിനിയാട്ടം വേദി 1ൽ മോഹിനിയാട്ടം, ഉച്ചയ്ക്കേശം ഒപ്പന, നാടകം, നാടോടി നൃത്തം, പൂരക്കളി തുടങ്ങി ആരാധകർക്ക് കണ്ടിരിക്കാൻ ആസ്വദിക്കാൻ പറ്റിയ ഒട്ടനവധി കലോത്സവ നഗരിയിൽ നിന്ന് കീർത്തന കേശവൻ ഏറ്റവും ഒടുവിലുള്ള പോയിന്റ് നില, ഒപ്പം തന്നെ മത്സരങ്ങളുടെ ആവേശം പങ്കുവെക്കുകയായിരുന്നു. ഗ്ലാമർ ഇനങ്ങൾ ഇന്നും അരങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ കാണികളുടെ വലിയ സാന്നിധ്യവുമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നോൺ വെജ് ഭക്ഷണം നൽകുക പ്രായോഗികമല്ലെന്ന് ഷെഫ് സുരേഷ് പിള്ള 24നോട്. ഇത്രയും കുട്ടികൾക്ക് വേണ്ടി മാംസാഹാരം ഒരുക്കി നൽകുക പ്രയാസമാകും. വർഷങ്ങളായി പരാതികളില്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പഴയിടത്തിന് മാത്രമേ കഴിയൂ എന്നും ഷെഫ് പിള്ള പറഞ്ഞു. കലോത്സവ വേദിയിലെത്തിയാലും ഷെഫിന് രുചി വിട്ടൊരു കളിയുമില്ല. പഴയിടം രുചി ആസ്വദിക്കാൻ ഊട്ടുപുരയിലെത്തിയ വിശേഷമാദ്യം. ഇന്നലെ കഴിച്ചു ഭക്ഷണം, ഇന്നലെ സദ്യ കഴിച്ചു, അതിൻ്റെ കൂടെ പാലട പായസം കഴിച്ചു, അതുപോലെ പഴയിടം തിരുമേനിയെ പോയി കണ്ടു. അദ്ദേഹം ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ഒരു 1.5 ലക്ഷം പേർക്കൊക്കെ ഭക്ഷണം 5 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ മേഖലയിൽ നിൽക്കുക. അതൊരു 17 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഓരോ വർഷവും അദ്ദേഹം അതിൻ്റെ മികച്ച രീതിയിൽ, ഏറ്റവും പഴയതിനേക്കാട്ടിൽ മികച്ച രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും പേർക്ക് ഗുണമേന്മ ഉറപ്പാക്കി നോൺ വെജ് വിളമ്പുന്നത് ശ്രമകരമായ കാര്യമെന്നാണ് ഷെഫ് പിള്ള പറയുന്നത്. അത് പോസിബിൾ ആണോന്ന് വെച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ ഇത്രയും അധികം ഒരു 1.5 ലക്ഷം പേർക്ക് ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഗ്രൗണ്ടിൽ
മത്സ്യമാംസ വിഭവങ്ങളുടെ സ്റ്റോറേജ്, അത് ഹൈജീനായിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുക ഉള്ളത് വളരെ ഭയങ്കര കോസ്റ്റ് കൂടിയൊരു സംഭവമായിരിക്കും. ഇതിനകത്തൊരു ബിസിനസ് അല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നമ്മുടെ സാധാരണ ടാക്സ് പേയേഴ്സിൻ്റെ മണി എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റിൽ നിന്ന് ഏറ്റവും മികച്ച ഭക്ഷണം 1.5 ലക്ഷം പേർ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു പച്ചക്കറി തന്നെയാണ്. അടുത്തിടെ സിനിമയിലെ മുഖം കാണിച്ച ഷെഫ് പിള്ള നൃത്ത ഇനങ്ങളുടെ ആരാധകനാണ്. 24 കൊല്ലം. വാർത്തകളിലേക്ക് വീണ്ടും. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്നും അടുത്തുപോയാൽ കരിഞ്ഞു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കറപുരളാത്ത കൈയാണ് മുഖ്യമന്ത്രിയുടേത്, അദ്ദേഹത്തിൻ്റെത് സംശുദ്ധ രാഷ്ട്രീയമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തിക്കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയുണ്ടായിരുന്നില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം വേണു ബാലകൃഷ്ണനെത്തും. നമസ്കാരം.